ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് റാൻഡംലി ആണ്. കുർത്തീസ് ഉണ്ട്, പിന്നെ ഒഫീഷ്യൽ വെയർ ആയിട്ട് അങ്ങനെ റാൻഡംലി ആയിട്ട് പിക്ക് ചെയ്തിട്ടാണ്. പക്ഷെ ഒക്കെ ഡ്രസ്സൊക്കെ തന്നെ, എന്നാലും ഒരു കണ്ണാടിയൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ട് ഒരു ജാടയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ പിക്ക് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്. പ്രൈം ഡേ സെയിലാണ് നടക്കുന്നത്. പ്രൈം ഡേ സെയിൽ അപ്പോൾ 12-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ 12 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 14th വരെ 3 ദിവസത്തേക്കുള്ള ഒരു പ്രൈം ഡേ സെയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതും അപ് ടു 80% വരെ നമുക്ക് ഓഫർ കിട്ടുന്നുണ്ട്. അതും ടോപ്പ് ബ്രാൻഡ്സിനൊക്കെ അവൈലബിൾ ആണ്. ഇത് ഒരുവിധം എല്ലാ മാസവും നമുക്ക് ഓരോ സെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഈ ഒരു 3 ദിവസത്തെ സെയിൽ എന്ന് പറയുമ്പോൾ ഒരു ബിഗ് ഡേ സെയിൽ എന്നൊക്കെ പറയില്ലേ, പ്രൈം ഡേ സെയിൽ, ബിഗ് സെയിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങിയാലോ. ഞാൻ ഇട്ടിരിക്കുന്ന ഗോസ്രിക്കി ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ കോട്ട് സെറ്റോ കുർത്തി സെറ്റോ എന്ത് വേണമെങ്കിലും പറയാം. പണ്ടൊക്കെ ഗോസ്രിക്കി ബ്രാൻഡിൻ്റെ ഒക്കെ മേടിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിച്ച സംഭവം കയ്യിൽ നമുക്ക് കിട്ടാറില്ല. സംഭവം പിക്ചറിലുള്ളത് അതൊക്കെ തന്നെയായിരിക്കും, പക്ഷേ മെറ്റീരിയൽ വൈസ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സൈസ് വൈസും ഈ പറഞ്ഞ പോലെ കണക്കൊക്കെ തന്നെ. പക്ഷേ ഇപ്പം അവർ മെച്ചപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കയ്യിൽ ഗോസ്രിക്കി ബ്രാൻഡിനൊക്കെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഒരു ടോപ്പ് ലെവൽ. എന്നാൽ കാശ് വൈസ് നോക്കുമ്പോൾ നമ്മുടെ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആ ഒരു രീതിയിൽ. അപ്പോൾ ഈ ഒരു കോട്ട് സെറ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയോ? ജസ്റ്റ് 499 ഞാൻ മേടിച്ചത്. പിന്നെ ഓൺലൈൻ സൈറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഇനി അധികം വാചകം അടിക്കാണ്ട് നമുക്ക് നമ്മുടെ കളക്ഷൻ നോക്കിയാലോ. ടോപ്പിനെ കുറിച്ച് പറയാം. ഇതൊരു ഏലൻ സ്റ്റൈലിലുള്ള ഒരു ടോപ്പാണ്. നല്ല അടിപൊളി റെഡ് ഷെയ്ഡിൽ, ബ്ലഡ് റെഡ്, എന്ത് റെഡ്, ചില്ലി റെഡാ, എന്ത് വേണേലും പറയാം, റെഡാണ് കാണുമ്പോൾ. ഇനി ഇതിൽ കാണിക്കുന്നത് മൊത്തം ഈ ഒരു ഫ്രണ്ടിൽ കാണിക്കുന്ന ഒരു ബട്ടൺ ഫുൾ ഫങ്ഷനബിൾ അല്ല. ഫ്രണ്ടിൽ ഈ ഒരു സംഭവം മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അത് ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുക. ഇതിങ്ങനെ നമുക്ക് ഹുക്ക് ഇടുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഫുൾ കാണുന്നത് അടി വരെ മൊത്തം ഫങ്ഷനബിൾ അല്ലാത്ത ബട്ടൺസാണ് പിടിപ്പിച്ചിരിക്കുന്നത്. എ ലൈൻ സ്റ്റൈലിലുള്ള ഒരു ടോപ്പാണ് വരുന്നത്. പിന്നെ സ്ലീവ്ലെസ് ആണ്. സ്ലീവ്ലെസ് ഇടുന്നവർക്ക് ഇത് അടിപൊളിയായിരിക്കും. എന്ന് വെച്ചാൽ അത് അങ്ങനെ കംഫർട്ടബിൾ അല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് ഇതിൽ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് അല്ല, ആക്ച്വലി ഇതൊരു പലാസോ ആണ്. പലാസോം ഒരു ആങ്കൽ ലെങ്ത് സ്റ്റൈലിലുള്ള ഒരു പലാസോ ആണ് വരുന്നത്. സെയിം മെറ്റീരിയലില്ല. അപ്പോൾ മെറ്റീരിയൽ ഏതാണെന്ന് അറിയണ്ടേ? റയോൺ മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു 2 പീസിൻ്റെ കളക്ഷൻ. പിന്നെ നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ഉണ്ട സാധനം വന്നില്ല, അത് പ്രിൻറ്റഡ് ആണ് കേട്ടോ. ഇത് വാഷ് ചെയ്യുമ്പോൾ പോവുമെന്ന് ചോദിച്ചാൽ പോയാലിപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത്രേ റേറ്റ് ഉള്ളൂ. വെറും 499 റേഞ്ചിലുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഹൈലി റെക്കമെൻഡ് പീസാണ്. വേറെ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് മേടിച്ചോട്ടോ. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സൈസ് ഗോസ്രിക്കി ബ്രാൻഡ്. പെപ്പ് ട്രെൻഡ് ന്യൂ ബ്രാൻഡാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു ബ്രാൻഡ്. അപ്പോൾ പെപ്പ് ട്രെൻഡ് ബ്രാൻഡിൻ്റെ ഒരു കുർത്തിയാണ്. ആക്ച്വലി ഇത് കാണുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്ക് ഒരു ഫീൽ ചെയ്തപ്പോൾ ഞാൻ പിക്ക് ചെയ്തതാണ്. എന്തായാലും ലുക്ക് വൈസ് ആയാലും ഒരു ഡിഫറെൻറ്റ്, സാധാരണ കുർത്തിനേക്കാളും ഒരു മാറ്റം. പെപ്പ് ട്രെൻഡ് ബ്രാൻഡിൻ്റെ റയോണിൻ്റെ മെറ്റീരിയലാണ്. ഇതൊരു സിംഗിൾ ഒരു കുർത്തിയാണ്. സ്ട്രെയിറ്റ് ഫിറ്റാണ് ഇത് വരുന്നത്. പിന്നെ ഈ കാണുന്ന നടുക്കിലുള്ള ബട്ടൺസ് ഫുൾ ഫങ്ഷനബിൾ ആണ്. എല്ലാതും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സ്ട്രഗായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് തൊട്ട് അടി വരെ ഫുൾ നമുക്ക് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രഗായിട്ട് വേണമെങ്കിൽ ഒരു ജീൻസും അതുപോലെ ഉള്ളിൽ ടാൻ ടോപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു സ്ട്രഗായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ജസ്റ്റ് ഈ ഒരു ലുക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇട്ടു എന്ന് മാത്രം. അതൊക്കെ സ്റ്റൈൽ ചെയ്യണതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ജസ്റ്റ് ഈ ഒരു പോക്കറ്റും ഈ ഒരു സ്ലീവും. ഇതിൽ തുണി എന്ന് പറയുമ്പോൾ ജൂട്ടിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. നല്ല അടിപൊളി എന്ന് വെച്ചാൽ സാധാരണ മെറ്റീരിയലിലൊക്കെയാണല്ലോ നോർമലി ഇങ്ങനെ ഉണ്ടാക്കാറ്. ഇതൊരു ജൂട്ടിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു ജൂട്ടിൻ്റെ ബാഗൊക്കെ ക്യാരി ചെയ്യുകയാണെങ്കിൽ സൂപ്പർ. ഇതിനേക്കാളും വേറെ കോമ്പിനേഷൻ കിട്ടാനില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക്. റയോൺ മെറ്റീരിയൽ, ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. മാൻഡറിൻ കോളറാണ് കേട്ടോ വരുന്നത്. എന്ന് വെച്ചാൽ ചൈനീസ് കോളറാണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് ലുക്ക് എന്ന് പറയാനൊന്നുമില്ല. ഈ പോക്കറ്റാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. ഇതും ഒരു റെക്കമെൻഡ് പീസാണോ എന്ന് ചോദിച്ചാൽ ചിലർക്ക് ഇത് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവരവരുടെ ഇഷ്ടം നോക്കിയിട്ട് എടുക്കാം. എന്തായാലും ഇതാണ് ലുക്ക്. ഷോർട്ട് കുർത്തി അങ്ങനെ യൂസ് ചെയ്യൽ കുറവാണ്, പക്ഷെ എന്നാലും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേടിച്ചതാണ് ഈ ഒരു ഷോർട്ട് ടോപ്പ്. ഇതൊരു പെപ്ലം സ്റ്റൈലിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ നെക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിഗ്സാക് മോഡലായിട്ട് ഇങ്ങനെ, ഇതൊക്കെ പണ്ടേ തൊട്ട് ഫാഷനുള്ളതാണ് കേട്ടോ ഈ ഒരു കെട്ടും ഈ ഒരു സംഭവമൊക്കെ പറയണത്. ഇത് ബ്രാൻഡ് ഏതോ
ലഹരിയ ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതിൽ കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് ഒരു ബേസ് യെല്ലോ, അതിൽ പിങ്ക്, ബ്ലൂ അങ്ങനെയൊക്കെ ആയിട്ടാണ്. പക്ഷേ ഇതിലാണെങ്കിൽ പിങ്ക് കളർ ബേസ് വന്നിട്ട് അതിൽ വേറെ കളർ, പിന്നെ ലൈറ്റ് ഷെയ്ഡിലും ഉണ്ട്. അങ്ങനെ 2-3 കളർ ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. ഇത് ജസ്റ്റ് 479 ആ ഒരു റേഞ്ചാണ് ഞാൻ മേടിച്ച റേറ്റ്. ഇപ്പോൾ സെയിൽ നടക്കുന്നത് കൊണ്ട് എത്ര റേറ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഓൺലൈൻ സൈറ്റ് ആയതുകൊണ്ട് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു ഷോർട്ട് പെപ്ലം സ്റ്റൈലിലുള്ള കുർത്തി, കുറച്ച് കാറ്റ് കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ളത്. ഇഷ്ടംപോലെ ഡിസൈൻസും പ്രിൻസൊക്കെ വേറെയും അവൈലബിൾ ആണ് കേട്ടോ. ഇനി മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ പോളിസ്റ്റർ മെറ്റീരിയലാണ്. പെട്ടെന്ന് നനഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും, ആ ഒരു രീതിയിലുള്ള മെറ്റീരിയൽ പോളിസ്റ്റർ മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ലാർജാണ് വെയർ ചെയ്തിരിക്കുന്ന സൈസ്. പെപ്ലം ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ജീൻസോ പലാസോ പാൻസ് എന്ത് വേണമെങ്കിലും പെയർ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് ഇട്ടു, അതാണ് സംഭവം. ഇതിപ്പോൾ ഒരു കോട്ടി ബ്രാൻഡിലൊക്കെ അവർക്ക് പാൻസിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതും കൂടുതൽ ഈ ലൈക്ര മെറ്റീരിയലൊക്കെ ആയിരിക്കും കേട്ടോ. അതിപ്പോൾ നമുക്ക് ഫോർമലായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇതുപോലെയായിട്ടും യൂസ് ചെയ്യാം. ഫോർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഷർട്ടായിട്ടും ഇട്ടിട്ട് നമുക്കൊരു ഓഫീസ് ലുക്കിലേക്ക് അങ്ങനത്തെ രീതിയിലേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് കോട്ടി ബ്രാൻഡിൻ്റെ ഈ ഒരു പാൻറ്റ് ഞാൻ ഇതിന് കൂടെ പെയർ ചെയ്തിട്ടുള്ളത്. കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ പാൻറ്റിൽ. സിങ്ക് ലണ്ടൻ ബ്രാൻഡ് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അവർക്ക് കൂടുതലെന്ന് പറയുമ്പോൾ വെസ്റ്റേൺ വെയർ കളക്ഷൻസ് ഉള്ളത് എന്ന് വെച്ചാൽ ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ളതും, അതുപോലെ 3/4 പിന്നെ ജീൻസിന് ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്സുകൾ, ഒഫീഷ്യൽ വെയർ ആയിട്ടുള്ള ടോപ്സുകൾ, അങ്ങനെയൊക്കെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ടോപ്പ്. ഇതിൽ പ്രത്യേകിച്ച് കാണുമ്പോൾ അങ്ങനെ വലിയ വർക്ക് കാര്യമൊന്നുമില്ല, പക്ഷേ ലുക്ക് വൈസ് അടിപൊളിയാണ്. അത് കണ്ടപ്പോൾ അങ്ങോട്ട് പിക്ക് ചെയ്തു. ആക്ച്വലി ഇതൊരു സോളിഡ് ഷെയ്ഡായിട്ടുള്ള ഒരു മറൂൺ ഷെയ്ഡിലുള്ള ഒരു ടോപ്പാണ്. ഇനി ഇതിന് എനിക്ക് കാണുമ്പോൾ ഒരു പ്രത്യേകിച്ച് എന്താ പറയുക, ലൂസ് ഫിറ്റ് ആണോ എനിക്ക് ഫിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. ഇത് നിങ്ങളാണ് പറയേണ്ടത്. കാണുമ്പോൾ നിങ്ങൾക്ക് ലൂസ് ഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൈസ് ചെറുത് മേടിച്ചാൽ മതിയോ. സാധാരണ നമ്മൾ കുർത്തീസിലായാലും ഏതിൽ മേടിക്കാനും ലാർജ് സൈസാണ് മേടിക്കാറ്. അത് കറക്റ്റ് പെർഫെക്റ്റ് ആവാറുമുണ്ട്. ഇനിയിപ്പോൾ ഇത് ലൂസ് ഫിറ്റ് ഇങ്ങനെ തന്നെയാണോ, ഇതും ലാർജ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവില്ല. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഫീലിംഗ് വരുമല്ലോ, ഇത് ലൂസാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇതിൻ്റെ ഫിറ്റ് എന്നുള്ളത്. ഇതെനിക്ക് മനസ്സിലാവാത്തതിൻ്റെ കാരണം വേറെ ഒന്നല്ല സംഭവം എന്ന് വെച്ചാൽ, സാധാരണ നമുക്ക് ഡ്രസ്സ് ഷോൾഡറിലൊക്കെ ഇവിടെ സ്റ്റിച്ചിങ് ജോയിൻറ്റ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇത് ഇറങ്ങിയിട്ടാണോ കയറിയിട്ടാണോ, ഇതിപ്പോൾ നമ്മുടെ സൈസ് ഇതല്ല ഇത് ആണെന്നുള്ളത്. പക്ഷേ ഇതിൽ ഷോൾഡർ അറ്റാച്ച് പോലും ചെയ്തിട്ടില്ല. ഇതിൻ്റെ സ്ലീവ് ആണ്, ഇതിൻ്റെ മെഗാ സ്ലീവ് എന്ന് വെച്ചാൽ ഒരു 1 പീസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഒരു ഫിറ്റിംഗ് എനിക്ക് മനസ്സിലാവില്ല. അത് പറഞ്ഞു തരേണ്ടത് നിങ്ങളാണ് കേട്ടോ. പക്ഷേ ലുക്ക് വൈസ്, ഇതിന് മെറ്റീരിയൽ വൈസ് ജസ്റ്റ് സൂപ്പർബ്. ഒരു എന്തിന് വേണമെങ്കിലും ഇട്ട് പോകാൻ പറ്റും. ഡ്രസ്സ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഏത് ഫംഗ്ഷനാണെന്നൊന്നും ചിന്തിക്കേണ്ട, അങ്ങോട്ട് ഇട്ട് പോകുക തന്നെ. ഇതിന് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് വേറെ ഒന്നുമല്ല, ഈ സൈഡിൽ ഇങ്ങനെ ഒരു ബട്ടൺ, ചെറിയൊരു ഫ്ലീറ്റിൻ്റെ ഡീറ്റെയിലിങ്, അതുപോലെ തന്നെ ഈ ഒരു മെഗാ സ്ലീവ് തന്നെയാണ്. ഇതിൻ്റെ ആക്ച്വൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സാധാ ഒരു സിമ്പിൾ ടോപ്പാണ്, പക്ഷേ ലുക്ക് വൈസ് അടിപൊളി. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതിൻ്റെ റേറ്റ് അറിയണമെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. മൈ ഹോൾ സ്റ്റോറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഏതിൽ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് പോണത് ആമസോൺ സൈറ്റിലേക്കാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു ടോപ്പ് മേടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നമുക്ക് ഓഫീസ് വെയർ പോലത്തെ സംഭവം എന്തെങ്കിലുമൊക്കെ പാൻസോ ട്രൗസേഴ്സോ അങ്ങനെ വേണമെങ്കിൽ ജീൻസൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ടാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പെയർ ചെയ്തിട്ടുള്ളൊരു ട്രൗസറാണ് ഇത്. കോട്ടി ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. ലുക്ക് വൈസ് അടിപൊളിയാണല്ലോ. പോക്കറ്റൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡിൽ സിബ് ബട്ടൺ അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതും സൈസ് 34 ഞാൻ അല്ല ഇതിൻ്റെ സൈസ് ഏതൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്ത് ഇടാം കേട്ടോ. അപ്പോൾ ഇത് കോട്ടി ബ്രാൻഡിൻ്റെ. പിന്നെ ഒരു ഷോ പർപ്പസിന് ചെറുതൊരു ജാട വെറുതെ ഒരു ജാടയ്ക്ക് ഇതും ആമസോണാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ലെൻസ് കാർട്ട് ബ്രാൻഡിൽ നിന്നാണ്. ലെൻസ് കാർട്ട് ഇപ്പോൾ നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും അവൈലബിൾ ആണല്ലോ. ഇതൊരു കാറ്റ് സ്റ്റൈലിലുള്ള ഒരു എന്താ പറയുക സൺഗ്ലാസ്. അടിപൊളിയല്ല ലുക്ക് വൈസ്, അടിപൊളിയാണ്. ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പറയേണ്ടത് നിങ്ങളാണ്. കമൻറ്റ് സെക്ഷൻ തുറന്നിട്ടൊക്കെയാണ് ഇതൊക്കെ പറയ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറേ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പിക്ക് ചെയ്തത്. ഇതിൻ്റെ ഇത് കൂടെ മാച്ച് ആവില്ലെന്ന് അതും എനിക്കറിയില്ല. ഒക്കെ പറയേണ്ടത് ഈ ഒരു ഔട്ട്ഫിറ്റിനെ കുറിച്ചിട്ട് നിങ്ങളാണ്.
അപ്പോൾ എങ്ങനെയുണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എന്തായാലും ഏതൊക്കെ ഇഷ്ടമായാലും ആയില്ലെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഏതിൽ ക്ലിക്ക് ചെയ്താലും ആമസോൺ സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഈ ലിങ്ക് കാര്യങ്ങളൊക്കെ എവിടെ കിട്ടാമെന്നറിയോ? വീഡിയോൻ്റെ സ്ക്രീനിൽ താഴത്ത് നോക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ ലിങ്കും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതിൽ കുത്തിയാലും ഡയറക്റ്റ് പോണത് ആമസോൺ സൈറ്റിലേക്ക്. ഇപ്പോൾ ആമസോൺ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മേടിച്ച ഡ്രസ്സുകളൊന്നും ഇഷ്ടമായില്ല, അല്ലെങ്കിൽ കളർ ഇഷ്ടമായില്ല, അതേപോലത്തെ മോഡൽ വേണം, വേറെ കളർ ചേഞ്ച് വേണമെന്ന് പറഞ്ഞാലും ക്ലിക്കിൽ കയറി ആമസോൺ സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അവിടെ അവർ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ എങ്ങനെ വേണമെങ്കിലും എന്ന് വെച്ചാൽ ഇപ്പോൾ സൈസസ് ആയാലും ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് പിക്ക് ചെയ്തത് ലാർജ് സൈസാണ്. ഇപ്പോൾ നിങ്ങളുടെ സൈസ് ലാർജ് അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ XL, XXL ആ ഒരു സൈസ് ആണെങ്കിൽ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്, പ്രൈം ഡേ സെയിൽ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.